അമേരിക്കയിൽ ഈസ്റ്റേൺ എക്വിൻ എൻസെഫലൈറ്റിസ് വൈറസ് രോഗബാധ വർദ്ധിക്കുന്നു. രോഗബാധയെ തുടർന്ന് അമേരിക്കയിലെ ചില പട്ടണങ്ങളിൽ ആരോഗ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിയന്ത്രണങ്ങളുടെ ഭാഗമായി സന്ധ്യാസമയത്തിനു ശേഷം പാർക്കുകൾ അടച്ചിട്ടും പൊതുപരിപാടികൾ പുനഃക്രമീകരിച്ചും വ്യാപനം തടയാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊതുകുകൾ വഴിയാണ് രോഗം പടരുന്നത്. സുഡാനിൽ അണക്കെട്ട് തകർന്ന് മരണപ്പെട്ടവരുടെ എണ്ണം 30 UN അറിയിച്ചു. കനത്ത മഴയെ തുടർന്നാണ് റെഡ് സീ സ്റ്റേറ്റിലെ പോർട്ട് സുഡാനിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അർബാദ് ഡാം തകർന്നത്. അപകടത്തിൽ 20ഓളം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തകരാറിലായതിനെ തുടർന്ന് ആശയവിനിമയം താറുമാറായി. പാരീസിൽ വെച്ച് ടെലിഗ്രാം സ്ഥാപകനും സിഇഒയുമായ പാവൽ ദുറോവിനെ അറസ്റ്റ് ചെയ്തത് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും ഇമ്മാനുവൽ മാക്രോൺ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ആശയവിനിമയത്തിനും ഫ്രാൻസ് ആഴത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 39കാരനായ റഷ്യക്കാരനെ ഈ മാസം 24-നാണ് പാരീസിൽ വെച്ച് ഫ്രഞ്ച് അധികൃതർ അറസ്റ്റ് ചെയ്തത്. ചൈനീസ് സൈനിക വിമാനം വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ച ജപ്പാൻ രംഗത്ത്. ഇതാദ്യമായാണ് ചൈനീസ് വിമാനം ജപ്പാൻ വ്യോമാതിർത്തി ലംഘിക്കുന്നത്. നാഗസാക്കി പ്രിഫെക്ചറിലെ ഡാൻജോ ദ്വീപുകളിൽ നിന്നുള്ള പ്രാദേശിക വ്യോമാതിർത്തിയാണ് ചൈനീസ് വിമാനം ലംഘിച്ചത്. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് ആക്കം കൂട്ടുമെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.